ജനവാസ മേഖലയിൽ നിന്ന് മാറാതെ കാട്ടാന പടയപ്പ. രാത്രിയോടെ അരുവിക്കാടെത്തിയ പടയപ്പ തൊഴിലാളികളുടെ ലയത്തിന് സമീപത്തെ വാഴകൃഷി നശിപ്പിച്ചു. കഴിഞ്ഞ 15 ദിവസമായി പടയപ്പ അരുവിക്കാട് ചെണ്ടുവാര മേഖലയിൽ തുടരുകയാണ്. കാടുകയറ്റാൻ ശ്രമം തുടർന്ന് വനംവകുപ്പ്. വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റണി ചെയ്യുന്നുണ്ട്. ബിനീഷ്, ഈ കാട്ടാനയെ കാട് കടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുപോലെ തന്നെ എന്തൊക്കെ തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ആതിര നിലവിൽ ഈ വനവകുപ്പ് സ്ഥലത്തെത്തി ഈ പടയപ്പ ഇവിടെ നിന്ന് തുരത്തിയിട്ടുണ്ട്. പടയപ്പ ഇപ്പോൾ ഈ അരുവിക്കാട് ഫാക്ടറി ഡിവിഷനിലേക്കുള്ള ചോലവരത്തിലേക്ക് മാറിയിട്ടുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ചെണ്ടുവാര മേഖലകളിലായിരുന്നു ഈ പടയപ്പ നിലയുറപ്പിച്ചിരുന്നത്. ഇവിടെയുള്ള കൃഷിവിളകളെല്ലാം തന്നെ വ്യാപകമായി അകത്താക്കുകയായിരുന്നു. കർഷകർക്ക് ഇവിടെയുള്ള തോട്ടം തൊഴിലാളികളുടെ അടുക്കള തോട്ടങ്ങളെല്ലാം തന്നെ വ്യാപകമായി നശിപ്പിച്ചു എന്ന് വേണം പറയാൻ. ഇന്നലെ രാത്രിയോടെയാണ് വീണ്ടും ഈ പടയപ്പ അരുവിക്കാട് എസ്റ്റേറ്റിലേക്ക് എത്തിയത്. ഇവിടെയുള്ള ആളുകളുടെ തോട്ടം, വാഴ കൃഷിയും അതോടൊപ്പം തന്നെ ബീൻസ് കൃഷി അടക്കമുള്ളവ നാശം വരുത്തി. തുടർന്ന് വനവകുപ്പ് സ്ഥലത്തെത്തി തുരത്തിയിട്ടുണ്ട്. ഏതായാലും പടയപ്പ ജനവാസ മേഖലയിൽ നിന്ന് പിന്മാറുന്നില്ല എന്ന് വേണം തന്നെ പറയാൻ. മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പ്രത്യേക RRT സംഘത്തെ പടയപ്പയ്ക്ക് വേണ്ടി നിയോഗിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ യാതൊരുവിധ ആക്രമണ സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് തന്നെ പടയപ്പ പലപ്പോഴും ചോലവനത്തിലേക്ക് കടക്കും, പിന്നീട് ജനവാസ മേഖലയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണുള്ളത്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ RRT സംഘം പടയപ്പയെ തുരത്തിയിട്ടുണ്ട്. ഏതായാലും ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിക്കുന്നുണ്ടെങ്കിലും പടയപ്പ മറ്റൊരു ചോലവനത്തിലൂടെ കയറി വീണ്ടും ഈ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഏതായാലും അക്രമ സ്വഭാവം ഇല്ലാത്തത് ഒരു ആശ്വാസം തന്നെയാണ് എന്ന് വേണം പറയാൻ. മുമ്പ് മതപ്പാടുള്ളതിനാൽ വലിയൊരു അക്രമ സ്വഭാവം വാഹനങ്ങൾക്ക് നേരെയും ആളുകൾക്ക് നേരെയെല്ലാം കാട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ മതപ്പാട് ഇല്ലാത്തതിനാൽ ഒരു അക്രമ സ്വഭാവം ഇല്ലാത്തത് വലിയൊരു ഭാഗ്യമായി തന്നെ കൂട്ടാൻ സാധിക്കും. ഏതായാലും ഇപ്പോൾ പട്ടയത്തെ ഈ വനമേഖലയിലേക്ക് തുരത്തുകയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത്ര ബിനീഷ് ആന്റണിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.